അപ്പം നമ്മുടെ ഫോസ്ഫീൻ ലിഗൻസിനെ പറ്റി പറഞ്ഞു അല്ലേ. ഫോസ്ഫീൻസ് ആർ വെരി ഗുഡ് ലിഗൻസ്, ദേ ആർ വെർസറ്റൈൽ ലിഗൻസ് ആൻഡ് ദേ ഫോം വെരി സ്റ്റേബിൾ കോംപ്ലക്സസ് വിത്ത് ട്രാൻസിഷൻ മെറ്റൽസിന് ഏറ്റവും നല്ല ലിഗൻസിന്റെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഫോസ്ഫീൻസ്. ദേ ആർ വെരി ഈസി ടു സിന്തസൈസ് സോ ആൻഡ് ദേ ആർ വെരി ഗുഡ് ലിഗൻസ് ഫോർ ട്രാൻസിഷൻ മെറ്റൽസ്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്താണ്, ഈ ഫോസ്ഫീൻസിന്റെ മുകളിലുള്ള ആർ എന്നുള്ള സാധനം can be a variety of groups that is attached to phosphines. ഈ പറഞ്ഞ ഫോസ്ഫീൻ നമുക്ക് അമീൻസിന്റെ പോലെ പറയുകയാണെങ്കിൽ these are called tertiary phosphines അല്ലേ. just like NR3. NHR എന്ന് പറഞ്ഞാൽ എന്താണ്, NH2R that is primary amine, NHR secondary amine, NR3 tertiary. അതേപോലെ നമുക്ക് PR3O അല്ലെങ്കിൽ PHR2O അല്ലെങ്കിൽ PH2RO primary amine, the secondary amine. This is a primary phosphate, secondary phosphate, tertiary phosphate നെ കാണാം. അപ്പോൾ തന്നെ അതിന്റെ വെറൈറ്റി വന്നു കഴിഞ്ഞു. പിന്നെ ഈ ആറിൽ തന്നെ നമുക്ക് alkyl or aryl, alkyl group may be a variety of alkyl groups, aryl groups may be a variety of aryl groups, substituted groups, cycloaxial groups and so on, so that a large variety of phosphine ligands are known and they can be synthesized easily. And the property of a phosphine ligand, ഞാൻ പറഞ്ഞു അതിന്റെ donor acceptor property depends on the electron availability of phosphorus, can be as changed by changing the nature of R. Also the bulkiness of the ligand, the steric effect also can be changed, and we can say that the phosphine ligands, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, the phosphine ligands can be tuned. നമുക്ക് വേണ്ട കൃത്യമായ സൈസിൽ ഉള്ള ലിഗാൻഡ് ഉണ്ടാക്കിയെടുക്കാം. കൃത്യമായ ഡോണർ ആക്സെപ്റ്റർ പ്രോപ്പർട്ടിയുള്ള ഇത് ഒരു ആക്സെപ്റ്റർ ഡോണർ, നമ്മൾ കാർബണൈസ് കൊണ്ട് പറഞ്ഞ പോലെ തന്നെ, ഐസോസൈനൈഡ്സ് കൊണ്ട് പറഞ്ഞ പോലെ തന്നെ, CS കോംപ്ലക്സ് കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു ഡോണർ ആക്സെപ്റ്റർ ബോണ്ടാണ്. ദേ ആർ വെരി ഗുഡ് സിഗ്മ ഡോണേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് ദേ ആർ സംവാട്ട് പുവർ. കുറച്ച് കാണും പൈ ആക്സെപ്റ്റർ, സ്റ്റിൽ ദിസ് എ ഡോണർ ആക്സെപ്റ്റർ ബോണ്ടിങ് ഉണ്ട്, ബാക്ക് ബോണ്ടിങ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഡോണർ ആക്സെപ്റ്റർ പ്രോപ്പർട്ടി നമുക്കറിയാം. എ ഗുഡ് ഡോണർ വിൽ ബി നാച്ചുറലി എ പുവർ ആക്സെപ്റ്റർ. സോ വി ക്യാൻ ബൈ ചേഞ്ചിങ് ദി നേച്ചർ ഓഫ് R we can change the donor property as well as acceptor property of this phosphine ligand. Phosphine തന്നെ there are other ligands. ഇത് phosphine കൂടെ തന്നെ പെടുക, POR3. These are called phosphite ligands. phosphite ligands അത് phosphine ligands കൂടെ തന്നെ കൺസിഡർ ചെയ്യാം. phosphites മറ്റേത് P ഇങ്ങനെ ഉണ്ടാവും. phosphine ligands ഫോസ്ഫൈറ്റ് ലിഗാൻഡ് ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ശരിയല്ലേ? ഇതിലൊക്കെ ഈ ഫോസ്ഫറസിന്റെ മുകളിൽ ഇലക്ട്രോൺ അവൈലബിലിറ്റിയും ഫോസ്ഫറസിന് ഇലക്ട്രോൺ വിഡ്രോയിങ് കപ്പാസിറ്റി ഒക്കെ ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഓൾ ദീസ് ഫാക്ടേഴ്സ്. അതുകൊണ്ട് പറഞ്ഞ് നമുക്ക് ലിഗാൻഡിന് കൃത്യമായിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികൾ, ഒന്ന് അതിന്റെ സ്റ്റീറിക് പ്രോപ്പർട്ടി, മറ്റേതിന്റെ ഇലക്ട്രോൺ ഡോണർ ആക്സെപ്റ്റർ, സിഗ്മ ഡോണറിന്റെ പൈ ആക്സെപ്റ്റർ, ഡോണർ ആക്സെപ്റ്റർ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ സ്റ്റീറിക് പ്രോപ്പർട്ടിയും. ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് ഫാക്ടേഴ്സ്, സാധാരണ ഫോസ്ഫൈൻ ലിഗാൻഡ്സിനെ പറ്റി പറയുമ്പോൾ രണ്ട് ഫാക്ടേഴ്സ്, രണ്ട് ടേംസ് ഉണ്ട്. ഒന്ന് ഇറ്റ് ഈസ് കോൾഡ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിങ്ങളോട്, ദാറ്റ് ഈസ് ദ Tolman's cone angle. Tolman's cone angle is actually related to the size of the ligand. Phosphine ligand, you can see that PH3 അല്ലേ. അതേ സമയത്ത് PH3 or triphenyl phosphate, നമുക്ക് അതിന്റെ ബൾക്കിനെസ് വളരെ കൂടി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മെറ്റലുമായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ മെറ്റൽ ഫോസ്ഫറസ് ബോണ്ട് വിൽ ബി ദർ ആൻഡ് ദ ഗ്രൂപ്പ്സ്. ഈ ഗ്രൂപ്പിന്റെ വലിപ്പം അനുസരിച്ച് മനസ്സിലായിട്ട് വരുന്നത് ദീസ് ആർ ത്രീ. ഇപ്പോൾ ചിലപ്പോൾ എച്ചാമൊക്കെ ചെറുതാണ്, ബീതരം അതിനേക്കാൾ വലുതാണ്, പിനേരം അതിനേക്കാൾ വലുതാണ്. യു ക്യാൻ സീ ദാറ്റ് ഇഫ് യു കൺസിഡർ എ കോൺ that is formed like this, അതിനെ ഉൾക്കൊള്ളാവുന്ന, ആ ലിഗൻഡ് ഉൾക്കൊള്ളാവുന്ന ഏറ്റവും ചെറിയ കോണിന്റെ ആംഗിൾ, അതിനാണ് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് കോൾഡ് ദി ടോൾമാൻസ് കോൺ ആംഗിൾ എന്ന് പറയുന്നത്. ടോൾമാൻസ് കോൺ ആംഗിൾ. ദിസ് ഈസ് റിലേറ്റഡ്
related to phosphine ligands especially, and we can see that as the minimum angle of the cone in which the ligand can be accommodated. Actually that is related to the size of the ligand. The greater the size of the substituent R say, the greater will be the cone angle. ഏറ്റവും ചെറിയ കോൺ ആംഗിൾ ആയിരിക്കും ഉണ്ടാവുക. Of course the parent compound, that is simple phosphine PH3. ഫോസ്ഫീന്റെ കോൺ ആംഗിൾ ഏകദേശം എത്രയാണ് കൃത്യമായിട്ട് ഓർമ്മയിലേക്ക് സംതിങ് ലൈക്ക് 87 ഡിഗ്രീസ്. അത് PF3 ആകുമ്പോൾ അത് ഏകദേശം 110 വേണ്ടതുകളോട് 110 ഡിഗ്രി ആവും. PME3 ആകുമ്പോൾ അതിനേക്കാളും കൂടിയാവും. P ട്രൈഫിനൈൽ ഫോസ്ഫീൻ ഏകദേശം 145 ഡിഗ്രി ആവും. വ്യത്യാസം നോക്കിയാൽ 145 ഡിഗ്രി ആവും. മനസ്സിലായില്ലേ? ഐസോപ്രോപ്പൈൽ ഓർ ടെർഷ്യറി P, P അത് ഏകദേശം 182 ഡിഗ്രി ആണ്. മനസ്സിലായില്ലേ? എന്നാൽ 182 വളരെ കൂടി. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ഇഫ് ദ ലിഗാൻഡ് ഈസ് if the substituent is as this is called the mesitile group, the angle is around 212 degree. ഇതെന്താണ് ഈ ഓരോന്നിന്റെയും ഇവിടെ ഫോസ്ഫറസിന്റെ ഇങ്ങനത്തെ മൂന്നെണ്ണം വരണം. ഇങ്ങനത്തെ മൂന്നെണ്ണം വരുമ്പോൾ അത് സ്പാൻ ചെയ്യുന്ന വലിയ ഒരു ഏരിയ വരും. പറയുന്നത് ക്ലിയർ ആണ് നിങ്ങൾക്ക്? സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് റിലേറ്റഡ് ടു ദി ടോൾമാൻസ് കോൺ ആംഗിൾ. ദാറ്റ് ഈസ് എ ആംഗിൾ ഓഫ് ദി കോൺ. നമ്മുടെ ലിഗാൻഡിനെ വരക്കുകയാണെങ്കിൽ പി ഇപ്പൊ CH3 ആംഗിൾ ശ്രദ്ധിക്കുക. CHH ഇതാ, വേറൊരു CHH, വേറൊരു C, അവിടെയും HHH. അപ്പൊ ഇതിനൊക്കെ ഒരു മെറ്റലുമായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ, മെറ്റലുമായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ ആ മെറ്റലിനെ അതിന്റെ അപെക്സ് ആയിട്ട് എടുത്തുകൊണ്ട് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റിയ ഏറ്റവും ചെറിയ കോൺ, എത്ര വരച്ചാലും കുഴപ്പമില്ല, ഏറ്റവും ചെറിയ ആംഗിളുള്ള കോൺ, ഇതാണ് ഒരു കോൺ. ഈ കോണിന്റെ ഈ ആംഗിളിനാണ് ഇത്, മനസ്സിലായില്ലേ? ഈ ആംഗിളിനാണ് എന്ന് പറയുന്നത് തീറ്റയാണെങ്കിൽ ആ തീറ്റയെ പറയുന്ന പേരാണ് ടോൾമാൻസ് കോൺ ആംഗിൾ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ലിഗാൻഡ്. പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് അത്രയെങ്കിലും ആംഗിൾ, അത്രയെങ്കിലും ഉള്ള ഒരു കോണ് വേണം അതിനെ ഉൾക്കൊള്ളാൻ. ഗോട്ട് ദി പോയിന്റ്? അതിനേക്കാളും ചെറിയ കോണിൽ ഉൾക്കൊള്ളില്ല, അതിനേക്കാളും വലിയ കോണിന്റെ ആവശ്യമില്ല. അപ്പൊ മിനിമം അതിന് ഉൾക്കൊള്ളാൻ പറ്റിയ ഏറ്റവും ചെറിയ കോണിനാണ് നമ്മള്, ആ കോണിന്റെ ആംഗിളിനാണ്. അതിന് കോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായതാ, ഈ ആംഗിളിനാണ് നമ്മള് ടോൾമാൻസ് കോൺ ആംഗിൾ എന്ന് പറയുന്നത്. ലിഗാൻഡ് വിൽ ബി അക്കോമഡേറ്റഡ് ഇൻ ദിസ്. അതിന്റെ കൂടെയുള്ള 3 ഗ്രൂപ്പുകളെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ആ ലിഗാൻഡിന് പരമാവധി ഒതുങ്ങിയിരിക്കാൻ എത്രമാത്രം സ്പേസ് വേണം, അതാണ് ആ കോൺ ആംഗിൾ കാണിക്കുന്നത്. ആ ഫോസ്ഫീന്റെ കേസിൽ അത് ഏകദേശം 87 ഡിഗ്രി, വളരെ കുറവാണ്. അതേ സമയത്ത് ഈ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞ മെസിറ്റൈൽ ഗ്രൂപ്പിന്റെ കേസിൽ ഇപ്പൊ പി മെസിറ്റൈൽ ത്രൈസ്, അതിന്റെ കോൺ ആംഗിൾ ഏകദേശം എത്രയാണ്? 212 ഡിഗ്രി സെൽഷ്യസ് ആണ്. PH3 കോൺ ആംഗിൾ is a 145 degree. That is the Tolman's കോൺ ആംഗിൾ. ടോൾമാൻസ് കോൺ ആംഗിൾ ആണ് അതിന്റെ സ്റ്റീറിക് ഇഫക്റ്റ് എത്രത്തോളം കുറയുന്നത്. ഏറ്റവും ചെറുതാ കുറഞ്ഞാല് അതിന്റെ സ്റ്റീറിക് ഇഫക്റ്റ് ഏറ്റവും കുറവായിരിക്കും, അതിന്റെ ബൾക്കിനെസ് കുറവായിരിക്കും. This is more bulky, this is still more bulky, and we can see that it is also highly bulky. And depending on that, as the number of such ligands which can be accommodated as around a particular metal ion is limited. ഇത്രയും വലിയൊരു ലിഗാൻഡ് നമുക്ക് ഒരു മെറ്റൽ വരുമ്പോൾ 6 എണ്ണോ 4 എണ്ണോ 3 എണ്ണോ എത്തോണ്ട് ചിലപ്പോൾ 1 or 2. മനസ്സിലായില്ലേ? ഇത് നമുക്കറിയാം. ഇപ്പം പി സൈക്ലോഹെക്സൈൽ ത്രൈസ് എന്നുള്ള ലിഗാൻഡ് മാക്സിമം 1 or 2 മാത്രമേ ഒരു മെറ്റലിന്റെ ചുറ്റും, ബാക്കി ലിഗാൻഡ്സ് വേറെ ചെറുത് വന്നാൽ അക്കോമഡേറ്റ് ചെയ്യാന്നുണ്ട്. ഈ ലിഗാൻഡ്സിന് മാക്സിമം 1 or 2 ക്യാൻ ബി അക്കോമഡേറ്റഡ് അറൗണ്ട് എ മെറ്റൽ അയോൺ. മനസ്സിലായില്ലേ? അതേ സമയത്ത് PME3 എന്നുള്ള ലിഗാൻഡ് 5 or 6 ligands can be accommodated around a metal ion because it has a smaller cone angle compared to this one. ഈ ലിഗാൻഡ് ചിലപ്പോൾ ഒരെണ്ണം അല്ലെങ്കിൽ 2 എണ്ണം അത്ര മാത്രമേ 444. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു പ്ലെയിനിലുള്ള ആംഗിൾ അല്ല, ഒരു ബൾക്കിൽ കോൺ ആംഗിൾ ആണ്. മനസ്സിലായില്ലേ? 3D ആണ്. അപ്പോൾ ഈ ലിഗാൻഡ്സിന്റെ എണ്ണം, that is the maximum number of phosphine ligands that can be accommodated around a particular metal ion. Particular ഏത് മെറ്റൽ അയോൺ ആണെന്ന് സൈസിൽ ചെറിയ വ്യത്യാസമുണ്ട് നമുക്ക് ട്രാൻസ്ഫർ മെറ്റലിന്റെ കേസിൽ. And you can see that the size of the ligand, if it is very large, size of the ligand means size of the substituent. എല്ലാത്തിനും
PR3 ആണ്, ആറാണ് മാറുന്നത്. If it is very large, that will probably have a very large cone angle, and the number of such ligands which can be accommodated around the metal ion is limited to 1 or 2, especially in the case of very bulky phosphine ligands. In the case of PF3 or PH3 or PME3, comparatively low cone angle, lower size, lower bulkiness. Such ligands, number of such ligands is a larger number of such ligands which can be arranged around a metal ion. വളരെ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഫോസ്ഫൈൻ ലിഗൻഡ് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി ആണ് ടോൾമാൻസ് കോൺ ആംഗിൾ. The greater the cone angle, we can see, or the bulkier the substituent on phosphine, we can see the greater the cone angle, and the smaller the number of such ligands which can be arranged around the metal ion. അപ്പോൾ അങ്ങനത്തെ കോംപ്ലക്സ് ഫോം ചെയ്യാൻ ബാക്കി ചെറിയ എന്തെങ്കിലും ലിഗൻസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, ബാക്കി കോർഡിനേഷൻ നമ്പർ. മനസ്സിലായില്ലേ? ഇപ്പോൾ PF3 എന്നുള്ള ഒരു ഇത് 6 times പോസിബിൾ ആയിരിക്കും. കാരണം എന്താണ്, ഫ്ലോർ ഈസ് വെരി സ്മോൾ ആയിട്ട് PF3 ഹാസ് എ വെരി സ്മോൾ കോൺ ആംഗിൾ, 110 ഡിഗ്രി അങ്ങനെയുള്ളൂ. അങ്ങനത്തെ 6 ലിഗൻസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് ഈ ലിഗൻഡ് ആണെങ്കിൽ ഒരു കാരണവശാലും 6 ലിഗൻസ് 5 ലിഗൻസ് 4 ലിഗൻസ് പോലും പറ്റില്ല. 1 or 2 ലിഗൻസ് മാത്രം ഇങ്ങനത്തെ ഉണ്ടാവും, ബാക്കി മറ്റു ലിഗൻസ് ആയിരിക്കും. പറയുന്നത് ക്ലിയർ ആവുന്നില്ല. മറ്റു ലിഗൻസ് മറ്റു ഫോസ്ഫൈൻ ലിഗൻസ് ആവണമെന്നില്ല, ചെറിയ ഫോസ്ഫൈൻ ലിഗൻസ് ആവാം, അല്ലെങ്കിൽ മറ്റു ലിഗൻസ് സ്മോളർ സൈസുള്ള എന്തെങ്കിലും ലിഗൻസ് ആവാം. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇതേപോലത്തെ ഒരു നേരത്തെ പറഞ്ഞു ലിഗൻഡ് ആണ് NR3, ടെർഷ്യറി അമീൻസ്. PH3 or PR3 is a tertiary phosphine, NR3 is a tertiary amine. They are somewhat isoelectronic. We can say that they belong to same group, but we can see that tertiary amines are reluctant to form complexes. മനസ്സിലായില്ല? tertiary amine complex formation വളരെ അതേ സമയത്ത് phosphines വളരെ എളുപ്പം complex form ചെയ്യും. And what is the reason? This nitrogen is very small, so that yes, if there are 3 substituents around nitrogenum അതിന് ചുറ്റും 3 സബ്സ്റ്റിറ്റ്യൂട്ട്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോൺ പെയറിന്റെ മെറ്റലുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ വളരെ കുറവാണ്. അതേസമയത്ത് ഫോസ്ഫറസ് ഒക്കെ കുറച്ചുകൂടി വലുതാണ്. 3 സബ്സ്റ്റിറ്റ്യൂട്ട്സ് വന്നു കഴിഞ്ഞാലും മെറ്റലുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള സ്പേസ് അതിനുണ്ട്. സോ ദാറ്റ് മേ ബി കാരണം suppose we are asked why PR3 forms a large number of complexes while NR3 does not. Tertiary amines are not very good ligands, but tertiary phosphines are excellent ligands for transition metals. Tertiary phosphines in the case phosphorus size കൂടുതലാണ്. phosphorus ചുറ്റും ഇതുമായിട്ട് ബന്ധപ്പെടുത്തരുത്. phosphorus ചുറ്റും 3 സബ്സ്റ്റിറ്റ്യൂട്ട്സ് വന്നു കഴിഞ്ഞാലും അതിന് മെറ്റലുമായിട്ട് ലോൺ പെയർ ഓർബിറ്റലിൽ മെറ്റലുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള സ്പേസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നൈട്രജന്റെ കേസിൽ നൈട്രജൻ സൈസ് വളരെ കുറവാണ്. അതിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ലോൺ പെയർ ഉൾക്കൊള്ളുന്ന ആ ഓർബിറ്റലിന് മെറ്റലുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ടെർഷ്യറി അമീൻസ് കോംപ്ലക്സ് ഫോർമേഷൻ റിലക്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ടെർഷ്യറി ഫോസ്ഫീൻസ് വളരെ എളുപ്പത്തിൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. അതൊരു കാര്യം പറയാം, അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തല്ല. ഇവിടെ നമ്മൾ പറയുന്നത് ദ ടോൾമാൻസ് കോൺ ആംഗിൾ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദി ബൾക്കിനെസ് ഓഫ് ദി ഫോസ്ഫീൻ ലിഗാൻഡ്. And we can say that the greater the cone angle or the bulkier the ligand, the greater will be the cone angle and the smaller will be the number of such ligands which can be accommodated around the metal ion. Got the point? അതേപോലത്തെ വേറൊരു ഫാക്ടർ ആണ് ഇത് മനസ്സിലായത്. അതിന്റെ ബൾക്കിനെസ് ബന്ധപ്പെട്ടാണ് ടോൾമാൻസ് കോൺ ആംഗിൾ സ്റ്റിയറിംഗ് ഇഫക്ട് ഓർ ദി ബൾക്കിനെസ് ഓഫ് ദി ലിഗാൻഡ്. വളരെ ബൾക്കി ലിഗാൻഡ്സ് മുതൽ വളരെ സ്മോൾ സൈസ് ലിഗാൻഡ്സ് വരെ ഫോസ്ഫീൻസിന്റെ കേസിലുണ്ട്. കാരണം അവിടെ വരാൻ സാധ്യതയുള്ള ഫോസ്ഫറസിന്റെ കൂടെ വരാൻ സാധ്യതയുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ തൊട്ട് തുടങ്ങാം, ഏറ്റവും സ്മോൾ ഹൈഡ്രജൻ, അല്ലെങ്കിൽ ഫ്ലൂറിൻ വരാം PF3, അല്ലെങ്കിൽ CH3 വരാം PME3, അല്ലെങ്കിൽ ഫിനൈൽ വരാം C6H5. ഇത് കണ്ടാൽ തന്നെ അറിയാം സ്മോൾ ആംഗിൾ. ഇതിന്റെ ഏറ്റവും സ്മോളസ്റ്റ് കോൺ ആംഗിൾ ആയിരിക്കും PH3 ആയിരിക്കും. അതിനേക്കാളും PF3 ഉണ്ടാവും. അതിനേക്കാൾ കൂടുതൽ ട്രൈമീഥൈൽ ഫോസ്ഫേറ്റ് ഉണ്ടാവും. അതിനേക്കാൾ കൂടുതൽ ട്രൈഫിനൈൽ ഫോസ്ഫേറ്റ് ഉണ്ടാവും. വേണേൽ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ കാണാം PCH3 twice C6H5, 2 മീഥൈലും 1 ഫിനൈലും വന്നാലോ ഇതിനേക്കാളും കൂടുതൽ കോൺ ആംഗിൾ ഉണ്ടാവും. ഇതിനേക്കാളും ഇത് PH3 ട്രൈഫിനൈൽ ആണെങ്കിൽ ഇത് 3 പ്രാവശ്യം ആണെങ്കിൽ ഇതിന്റെ കോൺ ആംഗിൾ വളരെ കൂടുതലായിരിക്കും. ഇത് 3 പ്രാവശ്യം ആണെങ്കിൽ കോൺ ആംഗിൾ കുറവായിരിക്കും. ഇത് 2 പ്രാവശ്യം ഇത് 1 പ്രാവശ്യം ആണെങ്കിൽ കോൺ ആംഗിൾ ഇതിന്റെയും ഇടക്കായിരിക്കും. മനസ്സിലായില്ലേ? വെറുതെ PCH3 C6H5 twice എന്ന് പറഞ്ഞാലോ ഇതിനേക്കാളും കൂടുതൽ പഠിക്കുന്ന സൈഡ് വന്നപ്പോൾ ഇതിന്റെ കോൺ ആംഗിൾ കൂടുതലായിരിക്കും. ടെർഷ്യറി ബ്യൂട്ടൈൽ ഇതിനേക്കാളും വലിയ ടെർഷ്യറി ബ്യൂട്ടൈൽ കുറച്ചുകൂടി പഠിക്കിയ ഗ്രൂപ്പാണ് ടെർഷ്യറി ബ്യൂട്ടൈൽ. ടെർഷ്യറി
butyl thrice. Tri-tertiary butyl phosphine has greater bond angle than triphenyl phosphine and so on. അങ്ങനെ വന്നതാണ് ഏറ്റവും വലുതായിട്ട് ഏകദേശം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മെസിറ്റൈൽ ഗ്രൂപ്പ്. മെസിറ്റൈൽ എന്ന് പറഞ്ഞാൽ പിന്നെ മെസിറ്റിലിൻ കിട്ടണല്ലോ. ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ CH3. ഇവിടെയാണ് ഫോസ്ഫറസ് വരുന്നത്. ഇങ്ങനത്തെ മൂന്ന് സബ്സ്റ്റിറ്റ്യൂന്റ് ഫോസ്ഫറസിന്റെ മോളിൽ വരും. അതിന്റെ കോൺ ആംഗിൾ ഏകദേശം 212 ഡിഗ്രിയാണ്. മനസ്സിലായില്ലേ? 212 ഡിഗ്രി അതിന്റെ കോൺ ആംഗിൾ, വെരി ലാർജ് കോൺ ആംഗിൾ. അപ്പൊ ഏകദേശം 5 മുതൽ ഇത്രയും വലിയ വാരി ചെയ്യുന്ന കോൺ ആംഗിൾസ് ഉണ്ടാവും. അത് ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ദി ബൾക്കിനെസ് ഓഫ് ദി സബ്സ്റ്റിറ്റ്യൂന്റ് ഓൺ ദ പർട്ടിക്കുലർ ഫോസ്ഫീൻ. ആ ഫോസ്ഫീന് മുകളിലെ സബ്സ്റ്റിറ്റ്യൂൻസിന്റെ ബൾക്കിനെസ് അനുസരിച്ച് കോൺ ആംഗിൾ ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെ ആവും. എത്രത്തോളം വലുതാണെന്നനുസരിച്ച് കോൺ ആംഗിൾ വലുതായിരിക്കും, അത്രത്തോളം അതിന്റെ ബൾക്കിനെസ് കൂടുതലാണ്, അത്രത്തോളം കുറവായിരിക്കും ഒരു മെറ്റലിന് അതിന്റെ ചുറ്റും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഈ ലിഗാൻഡ്സിന്റെ എണ്ണവും. ഓക്കെ, ദാറ്റ് ഈസ് ടോൾമാൻസ് കോൺ ആംഗിൾ. ഇതേപോലെ വേറൊരു ഫാക്ടറാണ് ടോൾമാൻസ് Tolman's electronic parameter TEP എന്ന് പറയും. That is related to not to the bulkiness of the ligand but to the donor acceptor property of the ligand. See, we have just seen that a phosphine ligand or a phosphite ligand, whatever it may be, is a good donor and a somewhat a poor acceptor. അപ്പോൾ അത് എത്രത്തോളം ഇലക്ട്രോൺ കൊടുക്കുമോ, എത്രത്തോളം ഇലക്ട്രോൺ ബാക്ക് ബോണ്ടികൾ കൂടി തിരിച്ചെടുക്കുമോ, അതുമായി ബന്ധപ്പെട്ട ഒരു പാരാമീറ്റർ ആണ് ടോൾമാൻസ് ഇലക്ട്രോണിക് പാരാമീറ്റർ. ആൻഡ് ദാറ്റ് ക്യാൻ ബി കമ്പയർഡ് the Tolman's parameter of different ligands can be compared very simply by constructing or by considering a complex like this. അതിന് സാധാരണ ഇതിൽ ബേസിക് ആയിട്ട് എടുക്കുന്ന ലിഗാൻഡ് NiCO4 times NiCO4. And a series of ligands or complexes are prepared in which only one of the ligands differ. ഈ PR3 എന്നുള്ളത് പലതും ആവാം. അത് PH3 ആവാം, PCl3 ആവാം, അല്ലേ? അല്ലെങ്കിൽ ട്രൈഫിനൈൽ ഫോസ്ഫീൻ ആവാം, ട്രൈ ഐസോപ്രോപ്പൈൽ ഫോസ്ഫീൻ ആവാം, ട്രൈമീഥൈൽ ഫോസ്ഫീൻ ആവാം, ട്രൈഫ്ലൂറോ ഫോസ്ഫീൻ എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് ട്രൈഫ്ലോറൈഡ് ആവാം, ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് ആവാം. ഇതിലൊക്കെ വി കമ്പയർ സിംപ്ലി നമുക്ക് നേരത്തെ നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. IR spectrum and the nu CO, carbon stretching frequency of these complexes are compared. ഇത് കമ്പയർ എന്താ വെച്ചുള്ളത്? We can see that in all these complexes only difference is the phosphine ligand. And if this phosphine ligand is a very good donor and a poor acceptor compared to carbon monoxide, what happens to nu CO? The nu CO in NiCO4 is around 2.056 or something like that. Adinte value very significant something I parnadhe. So you can see that 2143 is the nu CO of a free carbon monoxide. Carbon monoxide 2143 നെക്കാൾ കുറവാണ് ഇതിൽ. കാരണം നമുക്കറിയാം ബാക്ക് ബോണ്ടിങ്ങിൽ കൂടി നിക്കലിൽ നിന്ന് ഇലക്ട്രോൺ ഡെൻസിറ്റി കാർബൺ മോണോക്സൈഡിലേക്ക് പോകുമ്പോൾ കാർബൺ മോണോക്സൈഡിന്റെ ആന്റിബോണ്ടിക് ഓർബിറ്റിലേക്കാണ് പോവുക. So that the CO bond becomes weaker and the nu CO becomes less compared to free CO. Free CO നെക്കാൾ കാർബൺ ഡെൻസിറ്റി nu CO എപ്പോഴും കുറവായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരി. And if in such a complex one CO is removed, what happens? ഒരു CO റിമൂവ് ചെയ്താലും പകരം അതിനേക്കാൾ സ്ട്രെങ്ത്, അതായത് ഡോണർ കപ്പാസിറ്റി കൂടിയതും ആക്സെപ്റ്റർ കപ്പാസിറ്റി കുറഞ്ഞതുമായ ഒരു ഫോസ്ഫീൻ ലിഗൻഡാണ് വരുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ 2-3 പ്രാവശ്യം നേരത്തെ സൂചിപ്പിച്ചാണ് ഇത്. You can see that the remaining COs, see there are 4 COs, only one is replaced by PR3. The remaining COs, ആ COs സംബന്ധിച്ച് നെറ്റ് നിക്കലിൽ കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. Isn't it? We can see that the nickel becomes a better donor compared to this one if this is a better donor and a
പുവർ ആക്സെപ്റ്റർ, ഒരു നല്ല ഡോണറോ അല്ലെങ്കിൽ പുവർ ആക്സെപ്റ്ററോ രണ്ടും കൂടി ആയാലും കുഴപ്പമില്ല ആയിരിക്കുന്ന ഒരു ഫോസ്ഫീനാണ് വരുന്നതെങ്കിൽ ഈ ന്യൂ സിഒ ഇതിനേക്കാളും കൂടുതലായിട്ട് ചിലപ്പോൾ ഒരു 2120 എന്നോ അല്ലെങ്കിൽ 2095 എന്നോ ആയിട്ട് കൂടാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? ബിക്കോസ് നിക്കൽ ഒറ്റ കാർബൺ മോണോക്സൈഡ് വരുമ്പോൾ ഒരു കാർബൺ ഈ ഭാഗത്ത് ഈ PR3 എന്നുള്ള ലിഗാൻഡ് വരുമ്പോൾ ഈ PR3 നിക്കലിലേക്ക് കൊടുക്കുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുകയോ അല്ലെങ്കിൽ നിക്കലിന് തിരിച്ചെടുക്കുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി കാർബൺ മോണോക്സൈഡ് കുറയുകയോ ചെയ്താൽ ഈ കാർബൺ മോണോക്സൈഡിന് കിട്ടാൻ സാധ്യതയുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി എന്തായി കൂടുതലായി. Back bonding becomes more effective in this carbon monoxide that results in മനസ്സിലായില്ല the weakening of the bond. അങ്ങനെ മനസ്സിലായ? അപ്പോൾ ഇവിടെ ട്രൈഫിനിൽ നിന്ന് കിട്ടുന്നത് കാർബൺ മോണോക്സൈഡിലേക്ക് പോകുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുകയും അതിനനുസരിച്ച് ആ ബോണ്ട് കൂടുതൽ വീക്ക് ആവുകയും ചെയ്യും. ശരി, ഇപ്പോൾ ഇവിടുത്തെ കാർബൺ മോണോക്സൈഡ് 3 കാർബൺ മോണോക്സൈഡ് അതായത് കാർബൺ മോണോക്സൈഡ് ഇത് 3 കാർബൺ മോണോക്സൈഡ്, 4ാമത്തെ കാർബൺ മോണോക്സൈഡ്. അപ്പോൾ നിക്കലിന് കൊടുക്കാൻ പറ്റിയ ഇലക്ട്രോൺ ഡെൻസിറ്റി 4 തുല്യമായിട്ട് കൊടുക്കുകയും ന്യൂ സിഒ എന്നുള്ള വാല്യൂ ഏകദേശം എത്ര ഈ വാല്യൂ ശരിക്കും ഓർമ്മയില്ല എത്രയാവട്ടെ ആ വാല്യൂ എഴുതി വെക്കണം നിങ്ങളിവിടെ. ഒരു ന്യൂ സിഒ അതിൽ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഒരു സിഒ പോയി കഴിഞ്ഞാൽ അതിന് പകരം വരുന്നത് ഒരു PR3 ആവുമ്പോൾ ദിസ് PR3 ഈസ് എ ഗുഡ് ഡോണർ. And of course a poor acceptor compared to CO അങ്ങനെയാണെങ്കിൽ മിക്കവാറും PR3 അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് എ ബെറ്റർ ഡോണർ. ആൻഡ് poor acceptor നിക്കലിന് കാർബൺ മോണോക്സൈഡിലേക്ക് കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൊടുക്കാൻ പറ്റും. എത്രത്തോളം കൂടുതൽ കൊടുക്കുന്നോ അതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അതിനനുസരിച്ച് ഈ CO ബോണ്ട് വീണ്ടും വീക്ക് ആവുകയും ചെയ്യാം. സ്ട്രോങ് ആവുകയല്ല, വീക്ക് ആവുകയും ചെയ്യാം. നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ ബാക്ക് ഡൊണേഷൻ the greater the extent of back donation, the weaker the CO bond, the less will be the new CO in these complexes. അപ്പോൾ ഇതിന്റെ ന്യൂ COs കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതായത് PR3 എന്ന് പറഞ്ഞ ലിഗാൻഡ്സ് ഒന്നിൽ കൂടുതൽ ലിഗാൻഡ്സ് പല ടൈപ്പ് ലിഗാൻഡ്സ് ഒരു സ്ഥലത്ത് നമ്മൾ PF3 എടുക്കുന്നു, വേറെ സ്ഥലത്ത് PCl3 എടുക്കുന്നു, വേറെ സ്ഥലത്ത് PCH3 ത്രൈസ് എടുക്കുന്നു, വേറെ സ്ഥലത്ത് PPH3 എടുക്കുന്നു, ട്രൈഫിനൈൽ ഫോസ്ഫീൻ, ട്രൈമീഥൈൽ ഫോസ്ഫീൻ, ഇത് ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ്, ഫോസ്ഫറസ് ട്രൈഫ്ലോറൈഡ്. ഈ പറഞ്ഞ കൂട്ടത്തില് ഏത് കോംപ്ലക്സിലായിരിക്കും ന്യൂസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി ഇൻ PF3. എന്തുകൊണ്ടാണ്? PF3 ഈസ് എ വെരി പുവർ ആക്സെപ്റ്റർ ആൻഡ് a very poor donor and a very good acceptor because of the high electronegativity of fluorine. PF3 എന്ന് പറഞ്ഞ ലിഗൻഡ് ഫോസ്ഫേറ്റ്സിന്റെ കേസിൽ ഏറ്റവും നന്നായിട്ട് ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുന്നു, ഏറ്റവും പോറായിട്ട് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു. അതായത് ഇതിന്റെ എന്താണ് സിഗ്മ ഡോണർ പ്രോപ്പർട്ടി മിനിമം ആയിരിക്കും ആൻഡ് പൈ ആക്സെപ്റ്റർ പ്രോപ്പർട്ടി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. So to take away a lot of electron density from the nickel atom, and it will give only a small electron density to the nickel atom compared to carbon monoxide. Carbon monoxide കൊടുക്കുകയില്ല, carbon monoxide എടുക്കുന്നതിനേക്കാൾ കൂടുതൽ എടുക്കുകയും ചെയ്യും മിക്കവാറും. And VF3 we can see is a sigma donor, a poor sigma donor and a very good pi acceptor. നേരവർക്ക് അത് മീഥൈലിലേക്ക് വന്നു കഴിഞ്ഞാലോ നിങ്ങൾക്കറിയാം മീഥൈൽ ഗ്രൂപ്പ് ഈസ് ഇലക്ട്രോൺ റിലീസിംഗ്. ഇവിടെ ഫ്ലോറിൻ ആണ്, ഇവിടെ മീഥൈലാണ്. മീഥൈൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്, ഇലക്ട്രോൺ റിലീസിംഗ് ആണ്. ദാറ്റ് മീൻസ് somewhat a good donor. And if there is somewhat good donor, that means it is a poor acceptor. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ PF3യും അതായത് ഫോസ്ഫറസ് ട്രൈഫ്ലോറൈഡും ട്രൈമീഥൈൽ ഫോസ്ഫേറ്റും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ PF3ന്റെ കേസിൽ അത് നല്ലൊരു സിഗ്മ ഡോണർ അല്ല, ഒരു പോർ സിഗ്മ ഡോണർ ആണ്, ഒരു നല്ല പൈ ആക്സെപ്റ്റർ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാലോ നേരെ തിരിച്ചാവും, അത് ഒരു പുവർ പൈ ആക്സെപ്റ്റർ ആൻഡ് എ ഗുഡ് സിഗ്മ ഡോണറായി മാറും. ഈ ഗുഡ് സിഗ്മ ഡോണർ പൈ ആക്സെപ്റ്റർ എന്ന് പറഞ്ഞാൽ നിക്കലിന്റെ കേസിൽ നിക്കൽ കൂടുതൽ ഇലക്ട്രോൺ റിച്ച് ആവും, ഇതാണ് ലിഗാൻഡ് ഉള്ളതെങ്കിൽ. ഇവിടെ ആണെങ്കിലോ നിക്കൽ ലെസ് ഇലക്ട്രോൺ റിച്ച് ആവും. നിക്കൽ എത്ര ഇലക്ട്രോൺ റിച്ച് ആവുന്നോ അതിനനുസരിച്ച് ബാക്ക് ബോണ്ടിങ്, അതായത് മറ്റ് കാർബൺ മോണോക്സൈഡിലേക്കുള്ള ബാക്ക് ബോണ്ടിങ് കൂടുതൽ ഇഫക്റ്റീവ്, കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ മീഥൈൽ ഗ്രൂപ്പ് ട്രൈമീഥൈൽ ഫോസ്ഫേറ്റ് വരുമ്പോൾ of course the CO bond becomes more weak than in the case of
PF3. PF3 കാർബൺ മോണോക്സൈഡ് ഏകദേശം കമ്പാരബിൾ ആണ്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കി അതിനേക്കാളും പുവർ ആയിട്ടുള്ള സിഗ്മ, ബെറ്റർ ആയിട്ടുള്ള സിഗ്മ ഡോണറാണ്, പുവർ ആയിട്ടുള്ള പൈ ആക്സെപ്റ്റർ ആണ്. അപ്പൊ ഇതിന്റെ നേച്ചർ അനുസരിച്ച് ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുന്നത്, ഇപ്പൊ ടോൾമാൻസ് ഇലക്ട്രോണിക് പാരാമീറ്റർ കമ്പയർ ചെയ്യുന്നത് NuCO മാത്രമാണ് കമ്പയർ ചെയ്യുന്നത്. ഏതിലുള്ളത്? അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിരിക്കുന്ന കോമ്പൗണ്ട് ഇതാണ്, NiCO4L എന്നാ പറയാ. NiCO4 NiCO3L, where L is any phosphine ligand. And the NuCO ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരുപാട് NuCO ഒന്നായിരിക്കട്ടോ. A1 NuCO of a different complexes of this formula. Different complexes means L is different phosphine. L may be say phosphorus trifluorophosphine എന്ന് പറയില്ല, അത് കുഴപ്പമൊന്നുമില്ല. Phosphorus trifluoride, phosphorus trichloride, or PH3, or trimethyl phosphine, or triphenyl phosphine, or triisopropyl phosphine, or triisotertiary phosphine, or trimecytyl phosphine, or toluene phosphine. A lot of things are there. ഇതൊക്കെ ഈ ടൈപ്പ് ലിഗാൻഡ്സ് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ട് ഈ കോംപ്ലക്സ് ഉണ്ടാക്കിയതിനു ശേഷം അതിന്റെ NuCO കമ്പയർ ചെയ്താൽ ആരാണ് ഏറ്റവും നല്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിന്റെ സിഗ്മ ഡോണർ പൈ ആക്സെപ്റ്റർ പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്യുന്നത്. കമ്പയർ ദി സിഗ്മ ഡോണർ പൈ, മൊത്തത്തില് രണ്ടും കൂടി ചേർന്ന് ഇലക്ട്രോണിക് ഇഫക്ട്, എത്രത്തോളം നല്ല ഒരു ഡോണർ ആണ്, എത്രത്തോളം നല്ല ഒരു ആക്സെപ്റ്റർ ആണ് എന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. ബൈ കമ്പയറിംഗ് ദി NuCO. അപ്പൊ ഇത് നമ്മൾ ടോൾമാൻസ് ഇലക്ട്രോണിക് പാരാമീറ്റർ കമ്പയർ ചെയ്യുന്നത് എന്താ കമ്പയർ ചെയ്യുന്നു? NuCO of the complex NiCO3L, where L is any phosphine ligand, and depending on the donor acceptor capacity of such ligand, the NuCO will vary. പറയുന്നത് ക്ലിയർ ആണല്ലോ? എങ്ങനെ vary ചെയ്യും? If the proposed phosphine ligand is a good donor, naturally it will be a poor acceptor. നല്ല ഡോണർ ആണെങ്കിൽ poor acceptor ആയിരിക്കും. അങ്ങനെ വരുമ്പോഴേ എന്ത് സംഭവിക്കും? കാർബൺ മോണോക്സൈഡിനെ പോലെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. കാർബൺ മോണോക്സൈഡ് നന്നായിട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ the metal atom, the nickel atom becomes electron rich, somewhat more electron rich than in NiCO4, no doubt, and the NuCO will decrease. ഇലക്ട്രോൺ റിച്ച് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ റിച്ച് ആകുമ്പോൾ കാർബൺ ഓക്സിജൻ ബോണ്ട് കൂടുതൽ വീക്ക് ആവും. എത്രത്തോളം ബാക്ക് ബോണ്ടിങ് നടക്കും അത്രത്തോളം കാർബൺ ഓക്സിജൻ ബോണ്ട് വീക്ക് ആവും, അത്രത്തോളം NuCO will increase. സോറി, ഇൻക്രീസ് അല്ല ഡിക്രീസ്. മനസ്സിലായില്ലേ? NuCO കുറഞ്ഞു വരും. ബോണ്ട് എത്ര നമ്മൾക്കറിയാം? 2143 എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡിലെ NuCO ആണ്. അതിനേക്കാളും താഴെയാണ് എപ്പോഴും വരിക. ആ താഴേക്ക് പോകുന്നത് എന്താണ്? കാർബൺ ഓക്സിജൻ ബോണ്ട് വീക്കായി. എത്രത്തോളം വീക്ക് അതനുസരിച്ച് ഇതിന് താഴോട്ട് പോകും. എപ്പോഴാണ് വീക്ക് ആവുക? മെറ്റലിൽ നിന്ന് കാർബൺ മോണോക്സൈഡിലേക്കുള്ള ഇലക്ട്രോൺ ഫ്ലോ, ബാക്ക് ബോണ്ടിങ്ങിൽ കൂടി ഇലക്ട്രോൺ ഫ്ലോ കൂടുതലാവുമ്പോഴാണ് വീക്ക് ആവുക. എപ്പോഴാണ് കൂടുതലാവുക? ഈ വരുന്ന L എന്ന് പറഞ്ഞ ലിഗാൻഡ് നല്ല ഒരു ഡോണറോ വളരെ മോശമായ ഒരു അക്സെപ്റ്ററോ രണ്ടും കൂടി ആവുമ്പോഴാണ് ഇത് വീക്ക് ആവുക. അതിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ഇതിന്റെ കപ്പാസിറ്റി, ഇലക്ട്രോൺ കൊടുക്കാനും പോകാനുള്ള കപ്പാസിറ്റി ലിഗാൻഡ്സിൽ നിന്ന് കമ്പയർ ചെയ്യുന്നതാണ് ഈ ടോൾമാൻസ് ഇലക്ട്രോണിക് പാരാമീറ്റർ. ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധമില്ല. നേരത്തെ പറഞ്ഞ ടോൾമാൻസ് കോണാങ്കിൾ വരെ അതതിന്റെ ബൾക്കിനെസ് സൂചിപ്പിക്കും. ബൾക്കിനെസ് ഇലക്ട്രോൺ എക്സ്പെക്ടർ കപ്പാസിറ്റി തമ്മിൽ ബന്ധമൊന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? രണ്ടാണ്. രണ്ടും ആ ലിഗാൻഡിന്റെ ഫോസ്ഫൈൻ ലിഗാൻഡിന്റെ പ്രോപ്പർട്ടിയാണ്. അത് അവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്താണ്? കോൺ ആംഗിൾ, ടോൾമാൻസ് കോൺ ആംഗിൾ, that is the bulkiness of the size of the ligand, right? Size of the phosphine ligand. Size of the phosphine ligand means as the size of the substituent non-phosphorus. PR3 ആണ്. ആറിന്റെ സൈസിൽ വരുന്ന വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞു PH3 സൈസ് വളരെ കുറവ്, സൈസ് കോൺ ആംഗിൾ വളരെ കുറവായിരിക്കും, കാരണം ഹൈഡ്രജന്റെ സൈസ് കുറവാണ്. ആ ട്രൈഫിനൈൽ ഫോസ്ഫീൻ ആകുമ്പോൾ മറ്റേ വെറും ഫോസ്ഫീനിൽ ഏകദേശം ഞാൻ പറഞ്ഞു 87-85 അങ്ങനെ കോണാങ്കിൽ, ആ ട്രൈഫിനൈൽ ഫോസ്ഫീൻ ആകുമ്പോൾ 145 ആവും. ആ ട്രൈ ഐസോബ്യൂട്ടൈൽ ഫോസ്ഫീൻ ആകുമ്പോൾ ടെർഷ്യറി ബ്യൂട്ടൈൽ ഫോസ്ഫീൻ ആകുമ്പോൾ 182 ആവും. അങ്ങനെ കൂടി വരും അതിന്റെ കോണാങ്കിൽ, അതിന്റെ ബൾക്കിനെസ്. അതെന്തിനാ ബന്ധപ്പെട്ടിരിക്കും? അത് നമ്മൾ മെറ്റലിന്റെ ചുറ്റും അറേഞ്ച് ചെയ്യാൻ പറ്റിയ ലിഗാൻഡ്സിന്റെ എണ്ണമായി ബന്ധപ്പെട്ടിരിക്കും. ചിലപ്പോൾ 1-2 വലിയ ലിഗാൻഡ് ആകുമ്പോൾ 1-2 മാത്രം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും മെറ്റലിൽ. ചെറിയ ലിഗാൻഡ് ആകുമ്പോൾ 4-5-6 അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും നമ്പർ. മറ്റത് ഈ പറഞ്ഞ കാര്യം എന്താണ്? ടോൾമാൻസ് ഇലക്ട്രോണിക് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡോണർ ആക്സെപ്റ്റർ കപ്പാസിറ്റിയാണ് കമ്പയർ ചെയ്യുന്നത്. എത്രത്തോളം നല്ല ഡോണറാണ്, എത്രത്തോളം മോശം ആക്സെപ്റ്റർ ആണ് എന്നുള്ളതാണ് കമ്പയർ ചെയ്യുന്നത്. അതിൽ നല്ല ഡോണറും മോശം ആക്സെപ്റ്ററും ആണെങ്കിൽ കാർബൺ മോണോക്സൈഡിലേക്കുള്ള ഇലക്ട്രോൺ ഫ്ലോ വർദ്ധിപ്പിക്കുകയും അതിനോടനുബന്ധിച്ച് CO ബോണ്ട് കൂടുതൽ വീക്കാവും, NuCO അനുസരിച്ച് കുറഞ്ഞു വരികയും ചെയ്യും. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതലുള്ള ഞാൻ പറഞ്ഞു
പി എഫ് കാരണം എന്താണ്? അത് നല്ല ഡോണർ അല്ല, നല്ല